നമ്മളിപ്പോൾ വീട്ടിൽ കുട്ടികളോട് പറയത്തില്ലേ, കാലെടുത്ത് സോഫായുടെ മുകളിൽ വെക്കരുത്, അല്ലെങ്കിൽ ടേബിളിൻ്റെ മുകളിൽ വെക്കരുത്, മിണ്ടാതെ അടങ്ങിയിരിക്കുക, ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമ്മൾ സംസാരിക്കാറുണ്ടല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. എൻ്റെ പേര് ജസ്റ്റിൻ തോമസ്. പ്ലീസ് ഡോണ്ട് പുട്ട് യുവർ ഷൂസ് ഓൺ ദി സോഫ. സോഫയുടെ മുകളിൽ ഷൂസ് വെക്കരുത് കേട്ടോ. പ്ലീസ് ഡോണ്ട് പുട്ട് യുവർ ഷൂസ് ഓൺ ദി സോഫ. പ്ലീസ് ഡോണ്ട് പ്രോപ്പ് യുവർ ഫീറ്റ് ഓൺ ദി ടേബിൾ. ഓക്കെ, എന്താണ്? ടേബിളിൻ്റെ മുകളിൽ കാലെടുത്ത് നീട്ടി വെക്കരുത്. അതാണ് പ്ലീസ് ഡോണ്ട് പ്രോപ്പ് യുവർ ഫീറ്റ് ഓൺ ദി ടേബിൾ. പ്ലീസ് ഡോണ്ട് പ്രോപ്പ് യുവർ ഫീറ്റ് ഓൺ ദി ടേബിൾ. അടങ്ങി മിണ്ടാതിരുന്നേ, ഞാനിത് ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സിറ്റ് സ്റ്റിൽ ആൻഡ് ബി ക്വയറ്റ്. ഐ എം ട്രൈങ് ടു ലിസൺ ടു ദി ന്യൂസ്. Sit still and be quiet. I'm trying to listen to the news. Come sit beside me. എൻ്റെ അടുത്ത് വന്നിരുന്നേ, ഇനി വന്നേ, എൻ്റെ അടുത്ത് വന്നിരുന്നേ. Come sit beside me. Don't take a nap on the sofa. Go to your bedroom. ഓക്കെ, സോഫയെ കിടന്ന് മയങ്ങരുത്. നമ്മൾ നാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു മയക്കത്തിലാണ്. നാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ചിലർ കിടക്കാണ്ടല്ലോ, അതിൻ്റെ നാപ്പ് എന്നാണ്. ഓക്കെ, don't take a nap on the sofa. Go to your bedroom. There is a good program on the TV tonight. ഇന്ന് നല്ല ഒരു പ്രോഗ്രാം ഉണ്ട് ടി വിയിൽ. പിള്ളേർ ഹെൽമുണ്ടാക്കുവാണെങ്കിൽ നമ്മൾ പറയത്തില്ല, നന്നായി മര്യാദയ്ക്ക് ഇരിക്കുക, അല്ലെങ്കിൽ ഞാൻ ടി വി ഓഫ് ചെയ്യും കേട്ടോ, പിന്നെ ആർക്കും കാണാൻ പറ്റത്തില്ല. ഇഫ് യു കാൺട്ട് ബിഹേവ്, I'll turn the TV off and nobody will watch it. If you can't behave, I'll turn the TV off and nobody will watch it. Why do you have every light in this room on? എന്തിനാണ് എല്ലാ ലൈറ്റും ഓൺ ആക്കിയിട്ടിരിക്കുന്നത്? Why do you have every light in this room on? Children, stop wrestling on the sofa. Wrestling എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൽപ്പിടുത്തം നടത്തില്ലേ പിള്ളേർ തമ്മിൽ, അതിനാണ് റെസ്ലിംഗ്. നമുക്ക് അവിടെ ഇങ്ങനെ പറയാമല്ലേ, സ്റ്റോപ്പ് ഫൈറ്റിംഗ് എന്ന് വേണമെങ്കിലും പറയാം. പക്ഷെ റെസ്ലിംഗ് കാണിച്ചിട്ടുണ്ടല്ലോ അല്ലേ? അവിടെ ശ്രദ്ധിക്കുക, ടി സൈലൻ്റ് ആണ്. റെസ്ലിംഗ്. സ്റ്റോപ്പ് റെസ്ലിംഗ് ഓൺ ദി സോഫ, അല്ലെങ്കിൽ സ്റ്റോപ്പ് ഫൈറ്റിംഗ് ഓൺ ദി സോഫ. Why do you want to have the TV so loud? എന്തിനാണ് ടി വി ഇത്ര ഉറക്കം വെച്ചിരിക്കുന്നത്? Why do you want to have the TV so loud? നിന്റെ കണ്ണിന് അസുഖം ഉണ്ടാകും കേട്ടോ, നീ എപ്പോഴും ഈ മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ. You will ruin your eyes by checking your mobile phone all the time. You will ruin your eyes by checking your mobile phone all the time. നമ്മൾ സാധനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് സഞ്ചിക്കാതെ കൊണ്ടുവന്നിരിക്കുക. ഇതൊക്കെ ഒന്ന് എടുത്ത് വെക്കാവോ? Can you put the groceries away? Can you put the groceries away? അപ്പോൾ പലചരക്കിനാണ് എന്ത് പറയുന്നത്, ഗ്രോസറീസ് എന്ന് തോന്നുന്നു അല്ലേ? Where should I put the salt? ഈ ഉപ്പ് ഞാൻ അവിടെ വെക്കേണ്ടത് സാധനം അല്ലേ? Where should I put the salt? Don't open the fridge, അല്ലെങ്കിൽ don't open the refrigerator. ഇപ്പോൾ ഫ്രിഡ്ജിന് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അതിന് റെഫ്രിജറേറ്റർ എന്നാണ് പറയേണ്ടത്. അപ്പം നമ്മൾ ഇന്ത്യൻ ഇംഗ്ലീഷിൽ നമ്മൾ ഫ്രിഡ്ജ് എന്ന് പറയാറില്ല, അത് ഓക്കെയാണ്, അതിന് കുഴപ്പമൊന്നുമില്ല. എങ്കിലും നമുക്ക് ചുരുണ്ട് നല്ല എന്താണ് റെഫ്രിജറേറ്റർ എന്ന് പഠിക്കുന്നതാണ് അല്ലേ? പ്ലീസ് ക്ലോസ് ദ റെഫ്രിജറേറ്റർ, അല്ലെങ്കിൽ പ്ലീസ് ക്ലോസ് ദ ഫ്രിഡ്ജ്. ഫ്രിഡ്ജ് നടച്ചേ. ആ ഫ്രിഡ്ജിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു വെക്കാതെ പ്ലീസ് ഡോണ്ട് ഹോൾഡ് ദ റെഫ്രിജറേറ്റർ ഡോർ ഓപ്പൺ. പ്ലീസ് ഡോണ്ട് ഹോൾഡ് ദ റെഫ്രിജറേറ്റർ ഡോർ ഓപ്പൺ. ആ അടുക്കളയുടെ തറയെന്ന് തൂക്കാവും. ക്യാൻ യു സ്വീപ് ദ കിച്ചൺ ഫ്ലോർ പ്ലീസ്? ക്യാൻ യു സ്വീപ് ദ കിച്ചൺ ഫ്ലോർ പ്ലീസ്? ഇവിടെ ശ്രദ്ധിക്കുക, അവൾ എന്നും കിച്ചൺ തറ വൃത്തിയാക്കാറുണ്ടെന്ന് എങ്ങനെ പറയാൻ വേണ്ടി പറ്റും? ഷീ സ്വീപ്സ് ദ ഫ്ലോർ എവ്രി ഡേ. അവിടെ ശ്രദ്ധിക്കുക, ഷീ വന്നതുകൊണ്ടാണ് എന്ത് വന്നത്, സ്വീപ്സ് എന്ന് വന്നത് അല്ലേ? യു വന്നതുകൊണ്ടാണ് സ്വീപ്പ് വന്നത്. എന്താണ് കാരണം എന്നുള്ളത് നമ്മൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ പഠിച്ചതാണ് അല്ലേ? അപ്പോൾ 450-ലേറെ പാഠങ്ങളുള്ള ഒരു കോഴ്സാണിത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോയിട്ട് അത് കാണുക. ഒരുപാട് പേര് പറയാറുണ്ട് ആദ്യത്തെ ചാപ്റ്റർ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നോ. ഇങ്ങനെ അടിച്ചാൽ നിങ്ങൾ ജസ്റ്റിൻ തോമസ് ഇംഗ്ലീഷ് ചാപ്റ്റർ 1 എന്ന് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ചാപ്റ്റർ കിട്ടും, 2 എന്ന് അടിച്ചാൽ അങ്ങനെ കിട്ടും. അപ്പം നിങ്ങൾ അങ്ങനെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. ക്യാൻ യു സ്ലൈസ് ദി ഓണിയൻ പ്ലീസ്? ഓക്കെ, സ്ലൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സവോള എന്ന് അരിയാവോ എന്ന് ചോദിക്കത്തില്ലേ, അല്ലെങ്കിൽ ചോപ്പും പറയാം അല്ലേ? ക്യാൻ യു ചോപ്പ് ദ അണിയൻ പ്ലീസ്? ക്യാൻ യു സ്ലൈസ് ദ അണിയൻ പ്ലീസ്? നമ്മൾ കഴിക്കുന്ന ടേബിൾ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒന്ന് സഹായിക്കാമോ? എങ്ങനെയാണ് ചോദിക്കുന്നത്? ക്യാൻ യു ഹെൽപ്പ് മീ ടു സെറ്റ് ദ ടേബിൾ? എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ വേണ്ടി അല്ലേ? ക്യാൻ യു ഹെൽപ്പ് മീ ടു സെറ്റ് ദ ടേബിൾ? അത്താഴത്തിൽ എന്താണ് കഴിക്കാനുള്ളത്? വാട്ട് ഡു വി ഹാവ് ഫോർ ഡിന്നർ? വാട്ട് ഡു വി ഹാവ് ഫോർ ഡിന്നർ? വാട്ട് ഡു വി ഹാവ് ഫോർ ഡിന്നർ? നമ്മൾ പറയത്തില്ലേ പെട്ടെന്ന് കഴിക്കരുത് കേട്ടോ. നമ്മൾ കഴിക്കാനിരിക്കും പിള്ളേരൊക്കെ ചില പെട്ടെന്ന് കഴിക്കത്തില്ല. എങ്ങനെ പറയാൻ പറ്റും? പ്ലീസ് ഡോണ്ട് ഈറ്റ് സോ ഫാസ്റ്റ്. പ്ലീസ് ഡോണ്ട് ഈറ്റ് സോ ഫാസ്റ്റ്. ഇപ്പോൾ ചില കുഞ്ഞുങ്ങളൊക്കെ വയലിട്ടിട്ട് അന്നേരം വിഴുങ്ങുമല്ലേ, ചവയ്ക്കാതെ. അപ്പോൾ വിഴുങ്ങരുത് എന്നെങ്ങനെ പറയാൻ വേണ്ടി പറ്റും? പ്ലീസ് ഡോണ്ട് ഗൾപ്പ് യുവർ ഫുഡ്. ഇപ്പോൾ ഗൾപ്പ് എന്ന് പറഞ്ഞാൽ വിഴുങ്ങാന്നാണ് അർത്ഥം അല്ലേ? പ്ലീസ് ഡോണ്ട് ഗൾപ്പ് യുവർ ഫുഡ്. ഡോണ്ട് ഈറ്റ് സോ ഫാസ്റ്റ്.
പ്ലീസ് ഡോണ്ട് ഗൾപ്പ് യുവർ ഫുഡ്. നമ്മൾ കുഞ്ഞുങ്ങളോട് പറയാറില്ലേ, നമ്മൾ വായിൽ ഭക്ഷണം ഇട്ടുകൊണ്ട് സംസാരിക്കരുത്, അതൊരിക്കലും നല്ലൊരു മാനേഴ്സ് അല്ല അല്ലേ? അപ്പോഴെങ്ങനെ പറയാൻ പറ്റും? പ്ലീസ് ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. പ്ലീസ് ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. പ്ലീസ് ഡോണ്ട് ടോക്ക് വിത്ത് യുവർ മൗത്ത് ഫുൾ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ചിലപ്പോൾ കഴിക്കുന്ന സമയത്ത് ചില സാധനങ്ങളൊക്കെ മാറ്റി വെക്കത്തില്ലേ? അപ്പോൾ ഇപ്പോൾ ക്യാരറ്റ് മാറ്റി വെച്ചത്, അപ്പോൾ നമുക്കെങ്ങനെ പറയാൻ പറ്റും? ഈറ്റ് യുവർ ക്യാരറ്റ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു. അല്ലെങ്കിൽ ഇപ്പോൾ കിഴങ്ങ് മാറ്റി വെച്ചു, എങ്ങനെയാണ്? ഈറ്റ് യുവർ പൊട്ടേറ്റോസ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഈറ്റ് യുവർ ക്യാരറ്റ്, ഇറ്റ്സ് ഗുഡ് ഫോർ യു. ഞാൻ വാങ്ങിച്ചോണ്ട് വന്ന ബാഗ് നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഡു യു ലൈക്ക് ദ ന്യൂ ബാഗ് ഐ ജസ്റ്റ് ബോട്ട് ഫോർ യു? ഡു യു ലൈക്ക് ദ ന്യൂ ബാഗ് ഐ ജസ്റ്റ് ബോട്ട് ഫോർ യു? അവൻ കിടക്കുന്നതിന് മുമ്പ് എന്നും കുളിക്കാറുണ്ട്. എങ്ങനെ പറയാൻ പറ്റും? ഹി ടേക്സ് എ ബാത്ത് ബിഫോർ ബെഡ്. ഹി വന്നതുകൊണ്ടാണ് ടേക്സ് വന്നത്. ഹി ടേക്സ് എ ബാത്ത് ബിഫോർ ബെഡ്. ഞാൻ ടോയ്ലറ്റിൽ പോവുകയാണെന്ന് അങ്ങനെ പറയാൻ പറ്റും? ഐ എം ഗോയിങ് ടു ദ റെസ്റ്റ് റൂം എന്ന് പറയാം, വാഷ്റൂം എന്ന് പറയാം, ബാത്റൂം എന്ന് പറയാം. ഐ എം ഗോയിങ് ടു ദ ബാത്റൂം, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ദ റെസ്റ്റ് റൂം, ഐ എം ഗോയിങ് ടു ദ വാഷ്റൂം. ഐ എം ഗോയിങ് ടു ടേക്ക് എ ബാത്ത്, ഞാനൊന്ന് കുളിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ടേക്ക് എ ഷവർ എന്ന് പറയാം. ഐ എം ഗോയിങ് ടു ടേക്ക് എ ബാത്ത്, ഐ എം ഗോയിങ് ടു ടേക്ക് എ ഷവർ. മേ ഐ യൂസ് യുവർ ബാത്റൂം പ്ലീസ്? ഞാൻ നിൻ്റെ ബാത്റൂം ഉപയോഗിച്ചോട്ടെ? മേ ഐ യൂസ് യുവർ ബാത്റൂം പ്ലീസ്? നമ്മൾ കുട്ടികളോട് പറയത്തില്ലേ, നിങ്ങൾ അന്ന് പോയി ബെഡൊക്കെ ഒന്ന് വിരിച്ചിട്ട് പ്ലീസ് മേക്ക് യുവർ ബെഡ്. ശ്രദ്ധിക്കുക, ബെഡ് വിരിച്ച് റെഡിയാക്കി ഇടുന്നതിന് മേക്ക് ദ ബെഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ നിൻ്റെ ബെഡൊന്ന് ശരിയാക്കി, പ്ലീസ് മേക്ക് യുവർ ബെഡ്. അന്നേരം കുഞ്ഞ് പറയണ, ഐ ആം മേക്കിംഗ് ദ ബെഡ്, ഞാൻ ബെഡ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്ലീസ് മേക്ക് യുവർ ബെഡ്, ഐ എം മേക്കിംഗ് ദ ബെഡ്. തുണിയെല്ലാം കസേരകളോട്ട് വലിച്ചെറിയരുത്, കുഞ്ഞുങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ് അല്ലേ? എങ്ങനെ പറയാം? പ്ലീസ് ഡോണ്ട് ജസ്റ്റ് ത്രോ യുവർ ക്ലോത്ത്സ് ഓൺ എ ചെയർ. പ്ലീസ് ഡോണ്ട് ജസ്റ്റ് ത്രോ യുവർ ക്ലോത്ത്സ് ഓൺ എ ചെയർ. നമ്മൾ കുട്ടികളോട് പറയത്തില്ല, തുണിയൊക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് ഇട്ട് ഹാങ്ങറിലോട്ട് വെച്ച്, അല്ലെങ്കിൽ ഒന്ന് കൊളുത്തിയിട്ടെന്ന് പറയത്തില്ല. എങ്ങനെ പറയാൻ പറ്റും? പ്ലീസ് ഹാങ് യുവർ ക്ലോത്ത്സ് അപ്പ് നീറ്റ്ലി. അല്ലെ ഇങ്ങനെ വേണം പറയാം, പ്ലീസ് ഹാങ് അപ്പ് യുവർ ക്ലോത്ത്സ് നീറ്റ്ലി. പ്ലീസ് ഹാങ് അപ്പ് യുവർ ക്ലോത്ത്സ് നീറ്റ്ലി. വാതിൽ പൂർണ്ണമായിട്ട് അടയ്ക്കണ്ട കേട്ടോ. ഡോണ്ട് ക്ലോസ് ഡോർ ഓൾ ദ വേ. പ്ലീസ് ഡോണ്ട് ക്ലോസ് ദ ഡോർ ഓൾ ദ വേ. അലാറം വെക്കാൻ മറക്കണ്ട കേട്ടോ. ഡോണ്ട് ഫർഗെറ്റ് ടു സെറ്റ് യുവർ അലാം ക്ലോക്ക്. അല്ല എങ്ങനെ പറയാം? പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സെറ്റ് യുവർ അലാം ക്ലോക്ക്. നീ എത്ര മണിക്കാണ് അലാറം വെച്ചത്? വാട്ട് ടൈം ഡിഡ് യു സെറ്റ് ദ അലാം ഫോർ? ഇവിടെ ശ്രദ്ധിക്കുക, അലാറം എന്ന് പറയാൻ അലാം എന്നല്ല അല്ലേ? വാട്ട് ടൈം ഡിഡ് യു സെറ്റ് ദ അലാം ഫോർ? അപ്പോഴിത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക, നമ്മളിത് ഉപയോഗിച്ച് പഠിക്കുക. എങ്കിലേ നമ്മളും പഠിക്കുകയുള്ളൂ, നമ്മുടെ കുട്ടികളും പഠിക്കത്തുള്ളൂ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഇറ്റ്. ഗോഡ് ബ്ലെസ് യു.